ഏവരും പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലയോ 14 മാർപ്പാപ്പയുടെ ആദ്യത്തെ അപ്പസ്തോലിക സന്ദർശനം ആരംഭിച്ചിരിക്കുന്നു. നവംബർ 27 മുതൽ 30 വരെ നീണ്ടു നിൽക്കുന്ന തുർക്കി സന്ദർശനം, അതിനുശേഷം അദ്ദേഹം ഡിസംബർ 2 വരെ നടത്തുന്ന ലെബനോണിലേക്കുള്ള സന്ദർശനം, സുപ്രധാനമായിട്ടുള്ള സന്ദർശനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. വൺ ലോർഡ്, വൺ ഫെയ്ത്ത്, വൺ ബാപ്റ്റിസം എന്ന ആപ്തവാക്യത്തോടു കൂടി തന്നെയാണ് ലയോ 14 മാർപ്പാപ്പ തുർക്കിയുടെ മണ്ണിലേക്ക് എത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് പ്രാദേശിക സമയം 12:30 തന്നെ പാപ്പ തുർക്കി തലസ്ഥാനമായിട്ടുള്ള അങ്കാറയിൽ എത്തിച്ചേർന്നു. അവിടെ മാർപ്പാപ്പയ്ക്ക് ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണം ഒരുക്കി തുർക്കി ഗവൺമെൻറ്റിൻ്റെ ചീഫ് ഓഫ് ദി പ്രോട്ടോകോൾ, ഒപ്പം തന്നെ തുർക്കിയിലേക്കുള്ള അപ്പസ്തോലിക് ന്യൂൻഷ്യോ, ഒപ്പം തന്നെ മറ്റ് ക്രൈസ്തവ സഭ പ്രതിനിധികൾ, കത്തോലിക്ക സഭയിലെ അഭിവന്യ പിതാക്കന്മാർ ഒന്നു ചേർന്ന് അങ്കാറ വിമാനത്താവളത്തിൽ ലയോ 14 മാർപ്പാപ്പയ്ക്ക് സ്വീകരണമൊരുക്കി. അതിനുശേഷം മാർപ്പാപ്പ പോയത് അറ്റാതുർക്ക്, തുർക്കിയുടെ ആധുനിക തുർക്കിയുടെ സ്ഥാപക നേതാവ്, ആധുനിക തുർക്കിയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന മുസ്തഫ കമാൽ അറ്റാതുർക്കിൻ്റെ ഭൗതികദേഹം സംസ്കരിച്ചിരിക്കുന്ന, അടക്കം ചെയ്തിരിക്കുന്ന ആ മുസോളിയം, അവിടേക്കാണ് ലയോ 14 മാർപ്പാപ്പ ആദ്യമായി തുർക്കിയിലെത്തിയതിനു ശേഷം കടന്നു ചെന്നത്. അവിടെ മാർപ്പാപ്പ പുഷ്പചക്രം അർപ്പിച്ച് ആദരവ് അർപ്പിക്കുകയുണ്ടായി. അവിടെ എത്തിയ മാർപ്പാപ്പ അവിടുത്തെ സന്ദർശക ബുക്കിൽ കുറിച്ച ഒരു വാചകമുണ്ട്: തുർക്കിയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ രാജ്യത്തിലെ ജനങ്ങൾക്കും ഈ രാജ്യത്തിന് മേലും സമാധാനവും സമൃദ്ധിയും ദൈവം ചൊരിയട്ടെ എന്ന് അദ്ദേഹം ആശംസിക്കുകയുണ്ടായി. അതിനുശേഷം തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ്റെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിലേക്ക് മാർപ്പാപ്പ യാത്രയായി. അവിടെ മാർപ്പാപ്പയ്ക്ക് ഉജ്ജ്വലവും പ്രൗഢഗംഭീരവുമായിട്ടുള്ള സ്വീകരണമാണ് തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ ഒരുക്കിയത്. തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗനുമായിട്ട് മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങൾ ചർച്ചയായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ തുർക്കി ഗവൺമെൻറ്റിൻ്റെ റിലീജിയസ് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് അതിന് മേൽനോട്ടം വഹിക്കുന്ന ഭരണത്തലവനുമായിട്ടും മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഒപ്പം തുർക്കിയിലെ നയതന്ത്ര പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുമായിട്ടും മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാർപ്പാപ്പ തുർക്കി തലസ്ഥാനമായ അങ്കാറയിൽ നിന്നും തുർക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമായ ഇസ്താംബുളിലേക്ക് യാത്ര തിരിക്കും. നാളെ മുതൽ മാർപ്പാപ്പയുടെ തുടർന്നുള്ള സന്ദർശനങ്ങൾ, പ്രത്യേകിച്ച് നിക്കിയ സിനോദോസിൻ്റെ എക്യുമെനിക്കൽ ആഘോഷങ്ങൾ, പാത്രിയർക്കീസ് ബർത്തലോമയുമായിട്ടുള്ള കൂടിക്കാഴ്ച, ഹോളി സ്പിരിറ്റ് കത്തീഡ്രലിലേക്കുള്ള ആ ഒരു സന്ദർശനം, മോർ എഫ്രൈം സിറിയൻ ഓർത്തഡോക്സ് ദേവാലയത്തിലേക്കുള്ള ആ ഒരു സന്ദർശനം, ഒപ്പം തന്നെ ഫോക്സ് വാഗൺ അരീനയിലുള്ള മാർപ്പാപ്പയുടെ പരിശുദ്ധ കുർബാന അർപ്പണം, ഒപ്പം വിവിധ സഭാ പ്രതിനിധികളുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, ഇവിടുത്തെ ഇസ്താംബൂളിലെ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് പൂർ നടത്തുന്ന നേഴ്സിംഗ് ഹോമിലേക്കുള്ള സന്ദർശനം, അങ്ങനെ ഒരുപിടി സുപ്രധാനമായിട്ടുള്ള കാര്യപരിപാടികളാണ് നവംബർ 30 വരെ മാർപ്പാപ്പയെ കാത്തിരിക്കുന്നത്. അർമേനിയൻ ചർച്ചിലേക്കുള്ള സന്ദർശനം, ഒപ്പം പാത്രിയർക്കീസ് ബർത്തലോമയുമായി ഒരുമിച്ച് ഒന്നു ചേർന്ന് പുറപ്പെടുവിക്കുന്ന ജോയിൻറ്റ് ഡിക്ലറേഷൻ, ഇതൊക്കെ മാർപ്പാപ്പയുടെ കാര്യപരിപാടിയിലെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനാൽ തന്നെ ഇവരും പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടുകൂടി തന്നെ മാർപ്പാപ്പയുടെ ഈ സന്ദർശനത്തെ നോക്കിക്കാണുന്നു. തുർക്കിയിലെ ഇസ്താംബൂളിൻ്റെ മണ്ണിൽ നിന്നും ഷെഗേന ന്യൂസിനു വേണ്ടി ജോർജി ജോസ്.